ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഡിഫെക്ട്സ് അഥവാ ഇംപെർഫെക്ഷൻസ് അനേകം ഉപയോഗങ്ങളിലേക്ക് നയിക്കുന്നു. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ്, ഓക്സിജൻ സെൻസേഴ്സായി വെഹിക്കിൾ എമിഷൻ കൺട്രോൾ എന്നിവയിലെല്ലാം സീറിയം ഓക്സൈഡിലെ ഡിഫെക്ട്സ് ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത് സിൽവർ ബ്രോമൈഡിലെ ഡിഫെക്റ്റാണ്. ഇന്നത്തെ ക്ലാസ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് റെഗുലർ ആണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ റെഗുലാരിറ്റിയിൽ ചെറിയ വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫെക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് സാധാരണ നമ്മൾ ക്രിസ്റ്റൽസിനെ നിർമ്മിക്കുന്നത്. ഫാസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് റേറ്റിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫെക്റ്റുകൾ കാണാറുണ്ട്. എന്നാൽ വളരെ സ്ലോ റേറ്റിൽ ക്രിസ്റ്റലൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് സിംഗിൾ ക്രിസ്റ്റൽസ് ഉണ്ടാക്കാൻ പറ്റും. ഈ സിംഗിൾ ക്രിസ്റ്റൽസിൽ പോലും നമുക്ക് ചിലപ്പോൾ ഇത്തരം ഡിഫെക്റ്റുകൾ കാണാൻ സാധിക്കും. ഡിഫെക്ട്സിനെ രണ്ടായിട്ട് നമുക്ക് പറയാം. ഒന്ന് പോയിന്റ് ഡിഫെക്ട്സ്, മറ്റൊന്ന് ലൈൻ ഡിഫെക്ട്സ്. ഈ പോയിന്റ് ഡിഫെക്റ്റ് എന്നത് ഒരു പോയിന്റിൽ, ഒരു ലാറ്റിസ് സൈറ്റിൽ മാത്രം ഉണ്ടാകുന്ന ഡിഫെക്റ്റാണ്. എന്നാൽ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർ നിരയിൽ, ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ നിരയിൽ അങ്ങനെ തന്നെ ഡിഫെക്റ്റ് കണ്ടാൽ അതിനെയാണ് നമ്മൾ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. പോയിന്റ് ഡിഫെക്ട്സിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്, സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്. ഇനി സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ് 4 തരമുണ്ട്. വേക്കൻസി ഡിഫെക്റ്റ്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്, ഫ്രെങ്കൽ ഡിഫെക്റ്റ്, ഷോർട്ട് കീ ഡിഫെക്റ്റ്. ഇനി നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ് ആണ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ് 2 തരം: മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. അപ്പോൾ പോയിന്റ് ഡിഫെക്ട്സ് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്, സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ് 4 തരം: വേക്കൻസി ഡിഫെക്റ്റ്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്, ഫ്രെങ്കൽ ഡിഫെക്റ്റ്, ഷോർട്ട് കീ ഡിഫെക്റ്റ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. ഇനി നമുക്ക് ഇംപ്യൂരിറ്റി ഡിഫെക്റ്റിലേക്ക് പോവാം. ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഇൻ എ ക്രിസ്റ്റൽ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എക്സാമ്പിൾ എടുക്കാം നമുക്ക്. സോഡിയം ക്ലോറൈഡിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഇംപ്യൂരിറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനി ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുകയാണ്. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സോഡിയം അയോൺസ്, ചില സോഡിയം അയോൺസ് ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും നഷ്ടപ്പെടും. അതിന് പകരം സ്ട്രോൺഷ്യം അയോൺസ് അവയുടെ സ്ഥാനത്ത് വന്നിരിക്കും. സോഡിയം അയോൺസ് നേരത്തെ ഒക്യുപ്പൈ ചെയ്തിരുന്ന സ്ഥാനം സ്ട്രോൺഷ്യം അയോൺസ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം അയോണിൻ്റെ ചാർജ് Na+1 ആണ്. സ്ട്രോൺഷ്യം അയോണിൻ്റെ ചാർജ് +2 ആണ്. അപ്പോൾ ഒരു അയണിക് സോളിഡിൽ എപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് അതിനകത്തുണ്ടാകും. അപ്പോൾ ഇവിടെ 2 സോഡിയം അയോൺസിന് പകരം ഒരു സ്ട്രോൺഷ്യം അയോൺ മാത്രമേ ക്രിസ്റ്റൽ ലാറ്റിസിൽ വന്ന് ചേരൂ. അങ്ങനെ വരുമ്പോൾ ഒരു സോഡിയം അയോണിൻ്റെ സൈറ്റ് വേക്കൻ്റ് ആയിരിക്കും. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സ്ട്രോൺഷ്യം അയോൺ, ഒരു സോഡിയം അയോണിന് പകരം ഒരു സ്ട്രോൺഷ്യം അയോൺ വന്ന് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു സോഡിയം അയോണിൻ്റെ ലാറ്റിസ് സൈറ്റ് വേക്കൻ്റ് ആണ്. അപ്പോൾ 2 സോഡിയം അയോൺസിന് പകരം ഒരു സ്ട്രോൺഷ്യം അയോണാണ് റീപ്ലേസ് ചെയ്യുന്നത്. കൂടാതെ എത്ര സ്ട്രോൺഷ്യം അയോൺസ് ഉണ്ടോ അത്രയും കാറ്റയോൺ വേക്കൻസി ഈ ക്രിസ്റ്റലിൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫെക്റ്റിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് കാഡ്മിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ്. അടുത്തത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്.
സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിന് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ഇൻട്രിൻസിക് ഡിഫക്റ്റ് അഥവാ തെർമോഡൈനമിക് ഡിഫക്റ്റ്. ഇനി എന്താണ് ഈ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. സ്റ്റോയിഷ്യോമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പൗണ്ടിലെ എലമെൻസിൻ്റെ കമ്പൈനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റോയിഷ്യോമെട്രിക് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിൻ്റെ സ്റ്റോയിഷ്യോമെട്രി അതേപടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫക്ട്സിനെയാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ആദ്യത്തേത് വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് ഈ ചിത്രത്തിൽ കാണാം. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇടയിലൊരു പാർട്ടിക്കിൾ മിസ്സിംഗ് ആണ്. ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മിസ്സിംഗ് ആയിട്ട് അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഒരു പാർട്ടിക്കിൾ മിസ്സിംഗ്. അങ്ങനെയുള്ള ഡിഫക്റ്റുകളെയാണ് നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ്. പാർട്ടിക്കിൾസ് ക്രിസ്റ്റലിൽ നിന്നും മിസ്സാകുന്നതുകൊണ്ട് ഡെൻസിറ്റി കുറയും. ഇനി മറ്റൊരു തരം ഡിഫക്റ്റാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്റിസ് സൈറ്റ് അല്ലാത്ത സൈറ്റുകൾ, അതായത് സാധാരണഗതിയിൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന സൈറ്റുകളെയാണ് നമ്മൾ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുക. സാധാരണയായി കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഇല്ലാത്ത സൈറ്റുകളെ നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ പാർട്ടിക്കിൾ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലുണ്ട്. ഓറഞ്ച് നിറത്തിലെ പാർട്ടിക്കിൾ നിങ്ങൾക്ക് ഒരു ബോക്സ് വരച്ചതിൻ്റെ ഉള്ളിൽ കാണാം. ആ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഒരു എക്സ്ട്രാ പാർട്ടിക്കിളാണ്. അത് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ നമുക്ക് കാണാം. അപ്പോൾ എക്സ്ട്രാ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇത് സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വേക്കൻസി ഡിഫക്റ്റും നോൺ അയോണിക് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഇനി അയോണിക് സോളിഡ്സിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിനെയും വേക്കൻസി ഡിഫക്റ്റിനെയും മറ്റ് 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തേത് ഫ്രെങ്കൽ ഡിഫക്റ്റ് അഥവാ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്തിട്ടുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെ കാണാം. അതായത് അയണിക് സോളിഡാണ്. അപ്പോൾ ഈ അയണിക് സോളിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്നും ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി ഒക്യുപ്പൈ ചെയ്യും. അതായത് ഒരു ഡിസ്ലൊക്കേഷൻ, ഒറിജിനൽ സൈറ്റിൽ നിന്നും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും, ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒരു പാർട്ടിക്കിളിനെയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് അഥവാ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സോളിഡ്സിൻ്റെ പ്രത്യേകത നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഡെൻസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ എക്സ്ട്രാ പാർട്ടിക്കിൾ ഒന്നും വന്നു ചേർന്നിട്ടില്ല. അതുപോലെ പാർട്ടിക്കിൾ നഷ്ടമായിട്ടുമില്ല. ഉണ്ടായിരുന്ന പാർട്ടിക്കിൾ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്നും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. കാറ്റയോൺസ് ചെറുതാണല്ലോ. കാറ്റയോൺസ് ആണ് സാധാരണഗതിയിൽ ഇതുപോലെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അയണിക് കോമ്പൗണ്ട്സ് സാധാരണഗതിയിൽ കാറ്റയോൺസും ആനയോൺസും തമ്മിൽ നല്ല സൈസ് ഡിഫറൻസ് ഉള്ളപ്പോഴാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന അയണിക് സോളിഡ്സിലെ ആനയോണും കാറ്റയോണും തമ്മിൽ സൈസ് ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. എക്സാമ്പിൾസ് സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ് എന്നിവയാണ്. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഒന്നുകൂടെ പറയാം. കാറ്റയോൺ ഒറിജിനൽ സൈറ്റിൽ നിന്നും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു. അടുത്തത് ഷോർട്ട്കി ഡിഫക്റ്റ്. ഷോർട്ട്കി ഡിഫക്റ്റ് നമുക്ക് ചിത്രത്തിൽ നോക്കാം.
പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിന് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോളിഡ് പാർട്ടിക്കിൾസിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആനയോൺസും കാറ്റയോൺസും ഈ ക്രിസ്റ്റലിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, എത്ര ആനയോൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും കാറ്റയോൺസും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്. അതുകൊണ്ട് കോമ്പൗണ്ട് ന്യൂട്രലാണ്. ഇനി ഇങ്ങനെയുള്ള ഡിഫക്റ്റീവ് ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത, ഡെൻസിറ്റി കുറയും. കാരണം കാറ്റയോൺസും ആനയോൺസും നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി ആനയോണും കാറ്റയോണും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും സൈസ് ഡിഫറൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ ഏകദേശം ഒരേ സൈസുള്ള കാറ്റയോണും ആനയോണും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടുകളിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണുന്നത്. ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ ഓരോ 10⁻16 അയോൺസിലും ഒരു ഷോർട്ട് കീ ഡിഫക്റ്റ് കാണപ്പെടുന്നു. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്. ഈ കോമ്പൗണ്ട്സിലൊക്കെ നമുക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണാം. സിൽവർ ബ്രോമൈഡ് ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും. ഇതിന് ഒരു കാരണം സിൽവർ അയോൺ വളരെ ചെറുതാണ്. സിൽവർ അയോണിന് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസിലേക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാരണം റേഡിയസ് റേഷ്യോ, സിൽവറിൻ്റെയും ബ്രോമിൻ്റെയും അയോണിക് റേഡിയസ് റേഷ്യോ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന കോമ്പൗണ്ടുകളുടെ റേഡിയസ് റേഷ്യോ വെച്ച് ഇൻ്റർമീഡിയറ്റ് ആണ്. അടുത്തത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൻ്റെ സ്റ്റോയിഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഹോൾ നമ്പർ റേഷ്യോസിലല്ല അവരുടെ പ്രപ്പോർഷൻ. ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ആദ്യത്തെ ഡിഫക്റ്റ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റും രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെ നമുക്ക് നോക്കാം. ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ഇതിന് പറയുന്നത് ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ് ഓർ എഫ് സെൻറ്റർ ഡിഫക്റ്റ് എന്നാണ്. ഇനി എന്താണ് ഈ ആനയോണിക് വേക്കൻസി? ആനയോണിക് വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആനയോണിൻ്റെ അഭാവം, മിസ്സിങ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് കാണാം. ക്ലോറൈഡ് അയോൺ നീല കളറിലും സോഡിയം അയോൺ ഓറഞ്ച് കളറിലും നടുക്ക് ഒരു ഇലക്ട്രോണിനെയും കാണാം. ഇനി എങ്ങനെയാണ് ഈ ഇലക്ട്രോൺ അവിടെ വന്നത്, എന്താണ് ഈ ഡിഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതായത് ചൂടാക്കുന്നു. സോഡിയം വേപ്പർ എന്ന് പറയുമ്പോൾ സോഡിയം വേപ്പറിൽ സോഡിയം ആറ്റംസ് ഉണ്ടാവും. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സോഡിയം വേപ്പറിലുള്ള സോഡിയം ആറ്റംസ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ അകത്ത് നിന്നും ഒരു ക്ലോറൈഡ് അയോൺ, ഇവിടെ ആനയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് ആണല്ലോ, അപ്പോൾ ക്ലോറൈഡ് അയോൺ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സോഡിയം ആറ്റത്തിനെ അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ സോഡിയം ആറ്റം സോഡിയം അയോണായി മാറും, Na+ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ ഉണ്ടല്ലോ, ഇലക്ട്രോൺ അവിടെ റിലീസായി സോഡിയം ആറ്റത്തിൽ നിന്ന്. ഈ ഇലക്ട്രോൺ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോകും. ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നേരത്തെ എവിടെയാണോ ക്ലോറൈഡ് അയോൺ ഉണ്ടായിരുന്നത് അവിടെ വന്ന് ഈ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യും, ക്ലോറിൻ്റെ പൊസിഷൻ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോഡിയം വേപ്പറിൽ നിന്നും സോഡിയം ആറ്റംസ് സോഡിയം ക്ലോറൈഡിൻ്റെ സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് ചെയ്ത് സോഡിയം ആറ്റംസിനെ
ഉള്ളിൽ നിന്നും ഒരു ക്ലോറൈഡ് അയോൺ പുറത്തേക്ക് വന്ന് അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്തിട്ട് Na+ ആക്കി മാറ്റും. ഇപ്പോൾ Na++ ഒരു ഇലക്ട്രോൺ അവിടെ റിലീസാകും. ഈ ഇലക്ട്രോൺ നേരത്തെ ക്ലോറൈഡ് അയോൺ ഉണ്ടായിരുന്ന സൈറ്റിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. ഈ ഇലക്ട്രോണിന് എക്സൈറ്റേഷൻ പോസിബിൾ ആണ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അത് എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് ആകുമ്പോൾ അത് കളർ കാണിക്കും. യെല്ലോ കളറാണ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ കാണിക്കുന്നത്. അപ്പം ഇതുപോലെ മറ്റ് അയണിക് കോമ്പൗണ്ട്സും ഈ ആനയോണിക് വേക്കൻസി ഡിഫക്റ്റ് കാണിക്കും. ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളർ കാണിക്കും. പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ് അല്ലെങ്കിൽ ലൈലാക്ക് കളർ കാണിക്കും. ഈ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന സെൻറ്ററിനെയാണ് നമ്മൾ എഫ് സെൻറ്റർ എന്ന് പറയുന്നത്. എഫ് സെൻറ്റർ അല്ലെങ്കിൽ ഫാർബൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ആനയോണിക് വേക്കൻസി ഉണ്ടായത് ക്ലോറൈഡ് അയോൺ അവിടെ നിന്ന് പുറത്തേക്ക് പോയല്ലോ. ലാറ്റസ്റ്റ് സൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ആ സൈറ്റിൽ ഇപ്പോൾ ഉള്ളത് ഇലക്ട്രോണാണ്. ഇപ്പോൾ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ആനയോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. പോസിറ്റീവ് ചാർജ് കൂടുതലല്ല, മെറ്റൽ എക്സസ് തന്നെയാണ്, പക്ഷേ ചാർജ് ന്യൂട്രലാണ്. അപ്പോൾ ഇതാണ് ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ്. ആ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ എഫ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫാർബൻ സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലിഥിയം ക്ലോറൈഡിന് പിങ്ക് കളറും പൊട്ടാസ്യം ക്ലോറൈഡിന് വയലറ്റ് കളർ അല്ലെങ്കിൽ ലൈലാക്ക് കളറാണ് ഉള്ളത്. ഇപ്പോൾ ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇനി നമുക്ക് അടുത്ത ഡിഫക്റ്റിലേക്ക് പോകാം. അടുത്ത നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെയാണ്. 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. അപ്പോൾ ഇതും എക്സസ്, മെറ്റലിൻ്റെ എക്സസ് തന്നെയാണ്. പക്ഷേ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ മെറ്റൽ എക്സസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. O2- ഗ്രേ കളറിൽ കാണിച്ചിട്ടുണ്ട്. ബ്ലൂ കളറിലാണ് Zn2+ അയോൺസ് കാണിച്ചിട്ടുള്ളത്. അവിടെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഗ്രീൻ കളറിൽ ഇലക്ട്രോൺസിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേഷൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റലിലുള്ള ഓക്സൈഡ് അയോൺസ് ഓക്സിജൻ മോളിക്യൂളായി മാറി ഓക്സിജൻ വേപ്പേഴ്സ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടാണ് ഓക്സിജൻ മോളിക്യൂള് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ടുണ്ടായ ഇലക്ട്രോൺസ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. ഓക്സൈഡ് അയോൺസ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സിങ്ക് അയോൺസിന് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അത് മൂവ് ചെയ്യും. തൊട്ടടുത്ത ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് ഇലക്ട്രോൺസും വന്ന് ഒക്യുപ്പൈ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റ് മൂലം ഈ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുലയിൽ തന്നെ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണിതെന്ന്. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ സ്റ്റോയിഷ്യോമെട്രിയെ ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ Zn1+xO എന്ന മാറും ഈ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ. മാത്രമല്ല ഓക്സിജൻ പോയി കഴിഞ്ഞാൽ കോമ്പൗണ്ടിന് ഒരു യെല്ലോ കളറും ഉണ്ടാവും. ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സൈഡ് അയോൺസ് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ മഞ്ഞ നിറത്തിലായി മാറും ഈ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ. Zn1+xO എന്ന് മാറി എന്ന് പറഞ്ഞല്ലോ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല.
അതങ്ങനെ മാറിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞത്. അതായത് ഈ കോമ്പൗണ്ടിലുള്ള എലമെൻസിൻ്റെ കമ്പൈനിങ് പ്രൊപ്പോർഷൻസ് ഇപ്പോൾ ചേഞ്ചായി. നമുക്ക് ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആ എക്സ് എന്നുള്ള ഫാക്ടർ ആ കമ്പൈനിങ് റേഷ്യോ ചേഞ്ച് ചെയ്തതിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സ്ട്രാ കാറ്റയോൺസ്, ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ എക്സ്ട്രാ കാറ്റയോൺസ് വന്നതുകൊണ്ടുള്ള ഡിഫക്റ്റ്. ഇനി അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കഴിഞ്ഞു, ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മെറ്റലിൻ്റെ കുറവ്. ഇവിടെ അയൺ ഓക്സൈഡ് ക്രിസ്റ്റലാണ് കാണിച്ചിരിക്കുന്നത്. അയൺ ഓക്സൈഡ് FeO എന്ന കോമ്പൗണ്ടിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഗ്രേ കളറിൽ O2- അയോൺസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ Fe2+ അയോൺസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇടയിൽ ഗ്രീൻ കളറിൽ Fe3+ അയോൺസ് കാണാം. നമുക്ക് റെഡ് കളർ കൊണ്ട് സർക്കിൾ ചെയ്തിട്ടുണ്ട് Fe3+ അയോൺസ്. ഇനി എങ്ങനെ ഈ Fe3+ അയോൺസ് ഈ കോമ്പൗണ്ടിൽ വന്നു? കോമ്പൗണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ഈ Fe3+ വന്നതിനോടൊപ്പം നമുക്കവിടെ ഒരു കാറ്റയോൺ വേക്കൻസി കാണാം. ബ്ലാക്ക് കളറിൽ സർക്കിൾ ചെയ്തിട്ടുണ്ട് കാറ്റയോൺ വേക്കൻസി. അപ്പോൾ ഈ വേക്കൻസി വന്നതുകൊണ്ടാണ് നമ്മളിതിനെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ Fe2+ഉം Fe3+ഉം ഇപ്പോൾ ഈ കോമ്പൗണ്ടിലുണ്ട്. Fe3+ വളരെ ചുരുക്കമാണുള്ളത്. Fe2+ തന്നെയാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്. കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല അങ്ങനെ വരുമ്പോൾ FeO എന്നല്ല വരുന്നത്. Fe3+ൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഫോർമുല Fe0.93O to Fe0.96O ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുവരുന്നത് ഒരു റോ സാമ്പിളിൽ. ഇതിൻ്റെ കാരണം ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും Fe2+ അയോൺസ് നഷ്ടപ്പെടുകയും പകരം Fe3+ അയോൺസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ വന്നു ചേരുന്ന ഒരു പ്രവണതയാണ് ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് മെറ്റൽ ഡെഫിഷ്യൻസി ആയി എന്ന് പറഞ്ഞാൽ ചാർജ് വ്യത്യാസമുണ്ടല്ലോ. രണ്ടും അയൺ ആറ്റംസ് തന്നെയാണ്, പക്ഷേ ഒന്ന് Fe2+ഉം മറ്റേത് Fe3+ഉം ആണ്. പക്ഷേ നമുക്ക് ഈ കോമ്പൗണ്ടിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായിരിക്കണം. ഇവിടെ ഓക്സൈഡ് അയോൺസിന് യാതൊന്നും സംഭവിക്കുന്നില്ല, സംഭവിക്കുന്നത് അയൺ ആറ്റംസിനാണ്. അപ്പോൾ മൈനസ് ചാർജിൻ്റെ ഈക്വൽ ആയിരിക്കണം പോസിറ്റീവ് ചാർജ്. ഇതുകൊണ്ട് ഇപ്പോൾ 3 Fe2+ പോയി കഴിഞ്ഞാൽ +6 ചാർജ് ആണല്ലോ. 3 Fe2+ എന്ന് പറയുമ്പോൾ 3 × +2 +6 ചാർജ്. പകരം Fe3+ വന്നിരിക്കുമ്പോൾ 3 എണ്ണം വേണ്ട, 2 എണ്ണം മതി. കാരണം Fe3+ അല്ലേ, +3 × 2 അവിടെയും +6 ആണ് ചാർജ് വരുന്നത്. അപ്പോൾ 3 Fe2+ന് പകരം 2 Fe3+ വന്ന് ചേരുകയുള്ളൂ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ. അങ്ങനെ വരുമ്പോൾ ഒരു Fe2+ൻ്റെ സ്ഥലം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. ലാറ്റിസ് ആയിട്ട് ഒരെണ്ണം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസിയാണ്. ചാർജിന് ഡെഫിഷ്യൻസി വന്നില്ല, പക്ഷേ മെറ്റൽ ആറ്റത്തിന് അവിടെ ഡെഫിഷ്യൻസി വന്നു. ഇങ്ങനെയാണ് ഇതിനെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അയൺ ഓക്സൈഡ് മാത്രമല്ല, മിക്കവാറും ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിൽ നമുക്ക് ഇത്തരം മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണാൻ സാധിക്കും. കാരണം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമല്ലോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അങ്ങനെ വരുമ്പോൾ ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും വളരെ കോമൺ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നന്ദി,
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.